നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RW സീരീസിന്റെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത് സെൻസസ്. നമ്മളൊരു പോൾ ഇട്ടിരുന്നു ടെലിഗ്രാമിൽ. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചത് സെൻസസും ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും അതുപോലെ ഡൽഹി സൽത്തനറ്റ്സും അങ്ങനെയുള്ള കുറെ ടോപ്പിക്സ് ആണ്. സോ ആ ഒരു ഓർഡറിൽ നമ്മുടെ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും ടോപ്പിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ നമ്മൾ ഏത് ടോപ്പിക്ക് വേണം, ഇനി അടുത്ത ടോപ്പിക്ക് ഏത് എന്ന് ചോദിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും നിങ്ങൾക്ക് മോസ്റ്റ് എക്സ്പെക്ടഡ് ചോദ്യങ്ങളായിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്കുകൾ ഇതുപോലെ ക്വിസിലൂടെ ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഏറ്റവും കൺസെപ്ച്വൽ ആയിട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠഭാഗം നമുക്ക് ഇന്നുള്ളത് ഏതാ? സെൻസസ്. കാര്യം നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 15 കൊല്ലം 14 കൊല്ലം മുന്നേ ഉള്ള സെൻസസ് ആണെങ്കിലും 2021 കൊറോണ കാരണവും മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. കൊറോണയാണ് മെയിൻ കാരണം. ലോക്ക്ഡൌൺ കാരണം സെൻസസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ സെൻസസ് പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് ഡാറ്റ എപ്പോഴാണ്? 2011 തന്നെയാണ്. സോ ഇപ്പോഴും റെയിൽവേയും SSCയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സെൻസസിൽ നിന്ന്. ഓക്കെ, ഈ സെൻസസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ചോദ്യം എന്തായാലും ഈ ഏരിയന്ന് ചോദിക്കും. ഓക്കെ, ഒരു ചോദ്യം എന്തായാലും ഈ ഏരിയന്ന് ചോദിക്കാറുണ്ട്. 2 ചോദ്യം വരെ പോവാറുണ്ട് ചില പരീക്ഷകൾക്ക്. ഓക്കെ, സോ 1-2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുകയും ചെയ്യും. തന്നെയുമല്ല, ഇത് ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ഏരിയ ആണ്. കൺസെപ്ച്വൽ ആയിട്ട് ഒന്നുമില്ല, ഭയങ്കര ഫാക്ച്വൽ ആണ്. സോ നമ്മളൊരു ക്വിസ് ഒക്കെ ചെയ്യാനിരുന്നാൽ എനിക്ക് അറിയാവുന്ന ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് ആൻസർ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിച്ചാൽ ചെയ്യാം, പഠിച്ചില്ലെങ്കിൽ പോയി. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ സോയിൽ നമ്മൾ ക്ലാസ് എടുത്തതുപോലെ അല്ലെങ്കിൽ INC സെഷൻസ് എല്ലാം പോലെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കൺസെപ്റ്റുകൾ ഒന്നുമില്ല. ഫാക്റ്റുകൾ അറിയാമെങ്കിൽ ആൻസർ എഴുതാം. ഏറ്റവും സെക്സ് റേഷ്യോ കൂടുതലുള്ള സംസ്ഥാനം ഏത്, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര, ഇങ്ങനെയുള്ള കുറെ ഫാക്റ്റുകളാണ് പഠിക്കേണ്ടത്. സോ ആ ഫാക്റ്റുകൾ മനസ്സിലാക്കി മനസ്സിരുത്തി ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം നമുക്ക് സെൻസസിൽ ചെയ്യാനുള്ളത്. പിന്നെ സെൻസസിന്റെ കുറച്ച് ഹിസ്റ്ററികൾ നോക്കിയാൽ സെൻസസ് കഴിയും. ഓക്കെ, സോ നമുക്ക് സെൻസസിലെ ചോദ്യങ്ങളായി നോക്കാം. ഒരു 10 ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു 7 മിനിറ്റ് ഇട്ടിട്ട് 10 ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. മാക്സിമം അറിയാൻ പാടില്ലാത്തവർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സെൻസസ്. ബാക്കി കൺസെപ്റ്റ് ടോപ്പിക് പോലെ അല്ല. എന്നാൽ നമുക്ക് മാക്സിമം നമ്മുടെ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വിടുകയോ തെറ്റിപ്പോവുകയോ എന്താ ആയിക്കോട്ടെ. നമുക്ക് നോക്കാം. നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ടൈമർ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ടൈമർ ഓൺ ആക്കാം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈമർ ഓൺ ആയിക്കോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് സെൻസസ് 2011 ലിറ്ററസി റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഓവറോൾ ലിറ്ററസി റേറ്റ് അറിയണം. സാക്ഷരത, ഇന്ത്യ എത്രത്തോളം സാക്ഷരത ഉണ്ടെന്ന് അറിയണം. 95% ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അല്ലെ. 95% സാക്ഷരത ഇന്ത്യക്ക് ഉണ്ടാവും. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ അറ്റങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെ അറ്റങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 95% സാക്ഷരത സാധ്യത കുറവാണ്. 85ഉം കുറവാണ്. ഒരു 80ക്ക് താഴെ ആവാനാണ് സാധ്യത. പക്ഷെ 74ഉം 65ഉം ഉണ്ട്. അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ ഞാൻ അതും വിട്ടു, എനിക്ക് വേറെ വഴിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. വെൻ വാസ് ദ ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ? സോ ഇതെന്താ വേണ്ടത്? സെൻസസിന്റെ ഹിസ്റ്ററി അറിയണം. ഓക്കെ, എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടാവണം. 1882ലോ 1872ലോ ആവാം. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ചിലപ്പോൾ 51 ആദ്യമായിട്ടായിരിക്കും. പക്ഷെ അതിന് മുന്നേ സെൻസസ് ഉണ്ട്. ഇതിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഓപ്ഷൻ ഇല്ലല്ലോ. സോ അതും എനിക്ക് അറിയില്ല, ഞാൻ വിട്ടു. സോ അത് നമുക്ക് പഠിച്ചാൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതും പോയി. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ സെൻസസ് 2011 ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? 11,000 ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ 400, 800, 300 ഇതിൽ ഏതോ ആവാം. കാര്യം ഇന്ത്യയുടെ മലമുകളിൽ ഇപ്പോ JNKയുടെ അറ്റങ്ങളിലും അരുണാചൽ പ്രദേശിന്റെ അറ്റങ്ങളിലൊന്നും ഇത്രയും ആൾക്കാർ ജീവിക്കുന്നില്ല. സോ ഇന്ത്യ ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്തായാലും 11,000 ഉണ്ടാവില്ല. പക്ഷെ അതും എനിക്ക് അറിയില്ല. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഓഫ് ഫീമെയിൽ ലിറ്ററസി. പല വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഒന്നും എനിക്ക് അറിയില്ല, അതും വിട്ടേ പറ്റുള്ളൂ. കണ്ടോ, ഇതാണ് സെൻസസിന്റെ കുഴപ്പം. ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. പഠിച്ചാൽ ഭയങ്കര എളുപ്പ, പഠിച്ചില്ലെങ്കിൽ പോയി. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെൻസസ് 2011 ചൈൽഡ് സെക്സ് റേഷ്യോ. വീണ്ടും ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? 100 മെയിലിന് എത്ര ഫീമെയിൽ ഉണ്ട്? ചൈൽഡ് സെക്സ് റേഷ്യോ എത്ര? ഓക്കെ, അതും അറിയില്ല, അതും വിട്ടേ രക്ഷയുള്ളൂ. അടുത്തത്. അക്കോർഡിംഗ് ടു ദ പ്രസന്റ് സെൻസസ് വിച്ച് സ്റ്റേറ്റ് ഹാസ് മാക്സിമം സെക്സ് റേഷ്യോ? ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാ? അതെനിക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. കാര്യം എന്താ? ഇതിലുള്ളതിൽ ഏറ്റവും പുരോഗമനം ഉള്ളത് കേരളത്തിലാണ്.
ഇവിടെയാണ് എന്താ പറയാ ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് ഒന്നും ഇല്ലാത്തത്. ശിശുമരണങ്ങൾ ഏറ്റവും കുറവുള്ളതും അല്ലെങ്കിൽ ഭ്രൂണഹത്യ കുറവുള്ളതും കേരളത്തിലാണ്. സോ കേരളത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളം കുത്തുന്നു. ഇത് മാത്രമേ എനിക്കൊരു അറിയാവുന്ന ഒരു സാധനമുള്ളൂ കേരളത്തിലായതുകൊണ്ട്. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ ഹയസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓഫ് കേരള ആസ് പെർ സെൻസസ് 2021. ഇതും എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്. എന്താ, കേരളമായിരിക്കും ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. കേരളത്തിൽ സാക്ഷരത ഏതാണ്ട് 100% സാക്ഷരത കേരളത്തിലുണ്ട്. ഓക്കെ, സോ അതും കേരളമാണെന്ന് വിചാരിച്ച് ഞാൻ ബി കുത്തുന്നു. ഓക്കെ, വലിയ ഉറപ്പൊന്നുമില്ല, ബി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ദ സെക്സ് റേഷ്യോ, അതായത് നമ്പർ ഓഫ് ഫീമെയിൽ പെർ 100 മെയിൽസ് ഇൻ കേരളം. കണ്ടോ, കേരളം ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ ഈ ചോദ്യം വന്നേ, അതുകൊണ്ടാണ് ചോദ്യം വന്നേ. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. ഒരു ചോദ്യം 1000 മുകളിലും ആവാം, 1000 താഴെ ആവാം. സോ ഇത് അറിയാമെങ്കിൽ മാത്രമേ ഇതും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും വിടുകയെ രക്ഷയുള്ളൂ. മനസ്സിലായോ? ഇത് അറിയാമെങ്കിൽ ഇപ്പൊ 100 സ്ത്രീകൾക്ക് 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാര് കേരളത്തിൽ ഉണ്ടെന്ന് അറിയണം. ഓവറോൾ ഇന്ത്യയുടെ അറിയണം, കേരളത്തിന് അറിയണം, എന്നാൽ മാത്രമേ ചോദ്യം എഴുതാൻ പറ്റുള്ളൂ അല്ലേ? സോ മുൻകൂട്ടി ഒന്നും അറിയാത്ത ആള്, സെൻസസ് പഠിക്കാത്ത ആൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. മുന്നോട്ട് പോവാം. Which of the following states has largest tribal population? ഏറ്റവും കൂടുതൽ ട്രൈബൽസ് താമസിക്കുന്നത് എവിടെയാണ്? ഒഡീഷയിലാവാം, മധ്യപ്രദേശിലാവാം, രാജസ്ഥാനിലാവാം, മഹാരാഷ്ട്രയിലാവാം. എല്ലാം കാടൊക്കെ കയറി കിടക്കുന്ന ഏരിയ ആണ്. മഹാരാഷ്ട്രയിൽ എന്താ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, മധ്യപ്രദേശിൽ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, രാജസ്ഥാനിൽ ഒരുപാട് എന്താ ട്രൈബൽസ് ഉണ്ട്, ഒഡീഷയിലും ട്രൈബൽസ് ഉണ്ട്. വേറെ വഴിയില്ല. ഏത് വേണേലും ഓപ്ഷൻ ആവാം, അറിയില്ലെങ്കിൽ വിടുക. അടുത്ത ക്വസ്റ്റ്യൻ. According to latest census, the Indian state has lowest population density. ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവുള്ള എന്തായാലും ഏറ്റവും കൂടുതൽ മലകൾ കിടക്കുന്ന ഏരിയ ആയിരിക്കും. മല ഒരുപാട് എന്താ പറയാ മലകൾ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത ഹില്ലി റീജിയൻ ആയിരിക്കും. അപ്പൊ ഇതിലെ ഏറ്റവും ഹില്ലി ആയിട്ടുള്ള റീജിയൻ എന്റെ അറിവിൽ അരുണാചൽ പ്രദേശാണ്. ഏറ്റവും ഹില്ലി ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അരുണാചൽ പ്രദേശാണ്. സിക്കിമില് കുറച്ചും കൂടെ ഏരിയ ഉണ്ട് ഹില്ലി അല്ലാത്ത ഏരിയ. മെയിൻ ആയിട്ട് കാഞ്ചൻജംഗയാണ് സിക്കിമിലുള്ളത്. പിന്നെ മിസോറാമും നാഗാലാൻഡിലും ആൾക്കാരുണ്ട്. നാഗാ ട്രൈബ്സ് ഒക്കെ ഒരുപാടുണ്ട്. മിസോറാമിലും മിസോ ട്രൈബ്സും ഒരുപാട് ആൾക്കാർ ആ ഏരിയയിൽ താമസിക്കുന്നുണ്ടെന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അരുണാചലെന്ന് വിചാരിച്ചു. ശരിയാവാം, ശരിയാവാതിരിക്കാം, ഉറപ്പൊന്നുമില്ല. ഞാൻ അതും കുത്തി ബി. സോ ആകെ എനിക്ക് ഇതിനകത്ത് 3 എണ്ണമാണ് ആൻസർ ചെയ്യാൻ പറ്റിയത് 10 എണ്ണത്തിൽ. അതിന്റെ കാരണം എന്താ? ഇതൊരു ഫാക്ച്വൽ ടോപ്പിക്കാണ്. എന്താണ്? ഫാക്ച്വൽ ടോപ്പിക്കാണ്. അറിയാമെങ്കിൽ എഴുതാം, അറിയില്ലെങ്കിൽ വിടുക, പോയി കുത്താൻ നിൽക്കരുത്. സോ നമുക്കിതൊന്ന് അറിയാൻ നോക്കാം, പഠിക്കാൻ നോക്കാം. ഓക്കെ, കണ്ടോ, ചെയ്യാൻ സമയം വളരെ കുറച്ച് മതി. കാര്യം എന്താ? അറിയാമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ വിടുക. വളരെ കുറച്ച് സമയം മതി. ഓക്കെ, നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്കിനി നേരെ ടോപ്പിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. സെൻസസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെൻസസ് എന്താണ്? ഇന്ത്യയുടെ സെൻസസിന്റെ പ്രത്യേകത എന്ന് തുടങ്ങി എന്താണ് അതിന്റെ ഹിസ്റ്ററി എന്ന് ആദ്യം നമുക്ക് നോക്കാം. പോപ്പുലേഷൻ സെൻസസ് is the total process of collecting, compiling, analyzing and disseminating the demographic, economic and social data pertaining specific time of all persons in a country or a well-defined country. ഒരു ഏരിയയിലോ ഒരു കൺട്രിയിലോ മൊത്തത്തിൽ അവിടെ ഉള്ള ആൾക്കാർ എത്ര, അവിടുത്തെ പോപ്പുലേഷൻ ജനസാന്ദ്രത എത്ര, ജനസംഖ്യ എത്ര, സ്റ്റേറ്റ്സ് എത്ര ഉണ്ട്, ആ സ്റ്റേറ്റ്സിൽ എത്ര ഫീമെയിൽസ് ഉണ്ട്, എത്ര മെയിൽസ് ഉണ്ട്, എത്ര ഗ്രാമത്തിൽ താമസിക്കുന്നവരുണ്ട്, നഗരത്തിൽ താമസിക്കുന്നവരുണ്ട്, അങ്ങനെ ഫുൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്? സെൻസസ്. ഇന്ത്യയില് 10 കൊല്ലം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. അവിടെ നിൽക്കട്ടെ. ദ ഫസ്റ്റ് എവർ സെൻസസ് വാസ് കാരിഡ് ഔട്ട് ഇൻ സ്വീഡൻ. ആദ്യമായിട്ട് സെൻസസ് നടന്നത് സ്വീഡനിലാണ് 1749. 1749 ആദ്യമായി സെൻസസ് നടക്കുന്നത് എവിടെയാ? സ്വീഡനിലാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഫസ്റ്റ് സെൻസസ്, കംപ്ലീറ്റ് സെൻസസ് ഓഫ് എൻ ഇന്ത്യൻ സിറ്റി. ആദ്യമായിട്ടൊരു ഇന്ത്യൻ സിറ്റിയുടെ സെൻസസ് നടക്കുന്നത് എവിടെയാ? ധാക്കയിലാണ്. അതായത് ഇപ്പൊ ബംഗ്ലാദേശിലുള്ള, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ധാക്കയിലാണ്. ഇപ്പൊ എവിടെയാ? ഇപ്പൊ ബംഗ്ലാദേശാണ്. ഇപ്പൊ ബംഗ്ലാദേശിലുള്ള, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ധാക്കയില് ഹെൻറി വോൾട്ടർ എന്ന് പറയുന്ന ഒരാള് 1830 നടത്തിയതാണ് ഫസ്റ്റ് സെൻസസ് ഓഫ് എ സിറ്റി. പക്ഷേ ആദ്യത്തെ നോൺ സിങ്ക്രണസ് സെൻസസ് നടന്നത് 1872. സോ ഇന്ത്യ മൊത്തമായിട്ട് 1872 ലോർഡ് മയോ എന്ന് പറയുന്ന, ലോർഡ് മയോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോർഡ് മയോ ആരാണെന്ന്. ലോർഡ് മയോ എന്ന് പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വൈസ്രോയ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? അന്നത്തെ ഗവർണർ ജനറൽ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെൻസസ് നടത്തുന്നത്. പക്ഷെ അത് ഇന്ത്യ ഒട്ടാകെ ഒരുമിച്ചാണ് നടത്തിയതല്ല. ഒരു നോൺ സിങ്ക്രണസ് ആയിട്ടുള്ള ഒരുമിച്ച് നടത്തിയുള്ള സെൻസസ് അല്ല.
പിന്നീട് രണ്ടാമത് ശരിക്കും സിങ്ക്രണസ് ആയിട്ടുള്ള ശരിക്കും ഒരു സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നത് ഫെബ്രുവരി 17 1881 ഓർത്തു വയ്ക്കുക. 1881 ആദ്യത്തെ സിങ്ക്രണസ് സെൻസസ് നടത്തുന്നത്. ആദ്യത്തെ നോൺ സിങ്ക്രണസ് എത്രയാ? 1872. രണ്ടും ഓൾ ഓവർ ഇന്ത്യ ആണ്. സോ 81 നടത്തുന്നത് വീണ്ടും ആരാണ്? റിപ്പൺ, ലോർഡ് റിപ്പൺ ആണ്. ആരാണ്? ലോർഡ് റിപ്പൺ ആണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സെൻസസ് നടത്തുന്നത്. ആരുടെ കീഴിലാണ്? WC പ്ലോഡൻ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് സെൻസസ് കമ്മീഷണർ. WC പ്ലോഡൻ. ഓക്കെ, റിപ്പണും പ്ലോഡനും കൂടെ എന്ത് ചെയ്തു? സെൻസസ് നടത്തി. ആരൊക്കെ? റിപ്പണും പ്ലോഡനും കൂടെ 1881 സെൻസസ് നടത്തി. അതല്ലാതെ 1872 മയോ എന്ന് വിളിക്കുന്ന ലോർഡ് മയോ എന്ന് വിളിക്കുന്ന മയോ പ്രഭു എന്ത് ചെയ്യുന്നു? നോൺ സിങ്ക്രണസ് സെൻസസ് നടത്തുന്നു 1872. അത്രയും മനസ്സിലായേ? സെൻസസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ, the office of registrar is conducted in India by office of registrar general and census commissioner under ministry of home affairs. So സെൻസസ് നടക്കുന്നത് ഹോം അഫേഴ്സിന്റെ അടിയിലാണ്. ആരാണ്? ഹോം അഫേഴ്സ്, ആഭ്യന്തര മന്ത്രാലയമാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. 2011 സെൻസസ്. ഓക്കെ, സോ ആദ്യമായിട്ട് സെൻസസ് നടക്കുന്ന എപ്പോഴാ? 1951 ഫസ്റ്റ് സെൻസസ്. നമ്മുടെ ലേറ്റസ്റ്റ് സെൻസസ് എത്രയാ? 2011 അത് 15ാമത്തെ സെൻസസ് ആണ്. 7ാമത്തെ സെൻസസ് ആണ്. എവിടെ? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ് ആണ്. പിന്നെ CM ചന്ദ്രമൗലി ആയിരുന്നു 2011 സെൻസസിന്റെ ആര്? രജിസ്ട്രാർ ജനറൽ. 2011 സെൻസസിന്റെ രജിസ്ട്രാർ ജനറൽ ആരായിരുന്നു? CM ചന്ദ്രമൗലി ആയിരുന്നു. ഓക്കെ, ഇനി സ്ലോഗൻ എന്താ? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഇമ്പോർട്ടന്റ് ആണ്. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു സ്ലോഗൻ ഓഫ് 2011 സെൻസസ്. പിന്നീട് 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു, നടന്നില്ല. മേജർ റീസൺ കൊറോണ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ എല്ലാ 10 കൊല്ലം കൂടുമ്പോഴും നടത്തുന്ന സെൻസസ്. 15ാമത്തെ സെൻസസ് ഓൾ ഓവർ ഇന്ത്യയിലും 7ാമത്തെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ സെൻസസുമാണ് 2011 കഴിഞ്ഞത്. അതിന്റെ സ്ലോഗൻ അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നായിരുന്നു. CM ചന്ദ്രമൗലിയാണ് എന്ത്? അതിന്റെ പ്രസിഡന്റ് അല്ല, രജിസ്ട്രാർ ജനറൽ ആയിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സെൻസസിൽ എന്ത് ചെയ്യാ? നിങ്ങൾ ഹിസ്റ്ററി ആയിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആദ്യമായിട്ട് സെൻസസ് നടന്നത് 1951 പിന്നെ 61 നടന്നു, 71 നടന്നു, 81, 91, 2001, 2011. സോ 1, 2, 3, 4, 5, 6, 7 സെൻസസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി 2025 മിക്കവാറും അടുത്ത സെൻസസ്, അല്ലെങ്കിൽ വൈകിയും പോവാട്ടോ, അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി 8ാമത്തെ സെൻസസ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. 7ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. അത്രയും ഓർത്തു വയ്ക്കുക. ഓക്കെ അല്ലേ? സോ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി മേജർ ഏരിയയിലേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ള മേജർ സാധനങ്ങൾ എന്താ? ഓരോന്നായിട്ട് എല്ലാം പഠിച്ചു തീർക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താ? ആവറേജ് ആനുവൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ആനുവൽ, ഓരോ കൊല്ലവും ഇന്ത്യൻ പോപ്പുലേഷൻ 1.64% കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കൂടുന്ന മേഘാലയ, രണ്ടാമത് അരുണാചൽ, മൂന്നാമത് ബീഹാർ. ഇനി ആ ലിസ്റ്റിൽ ഏറ്റവും താഴെ കിടക്കുന്ന 3 പേരാരാ? ഗോവയിലാണ്, -7.9 അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളൂ. ആന്ധ്രയിൽ 1.07 ഗ്രോത്തേ ഉള്ളൂ. സിക്കിമിൽ 1.17 ഗ്രോത്ത് ഉള്ളൂ. സോ ഏറ്റവും താഴെ ഗോവ, ഏറ്റവും മുകളിൽ മേഘാലയ. ഇങ്ങനെ തന്നെ ഓർത്തു വെച്ച് പഠിക്കുക. ഓക്കെ, മേഘാലയയും ഗോവയും. ഡ്യൂറിംഗ് 2001-2011, during 2001 to 2011, as many as 25 states and UTs with a share of 85% of country's population registered an annual growth less than 2%. Okay, so annual growth less than 2%, 2%-നേക്കാളും കുറവുള്ള ആനുവൽ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല. അതായത് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നൊന്നുമില്ല, ഏകദേശം സ്റ്റേബിൾ ആയി തുടങ്ങി എന്ന് ഓർക്കുക പോപ്പുലേഷൻ ഗ്രോത്ത്. ഇനി 10 കൊല്ലത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കുകയാണെങ്കിലോ, ഡെക്കേഡൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിലോ 17%-ഓളാണ് 10 കൊല്ലത്തിൽ കൂടിയിട്ടുള്ളത്. അതിലും ഏറ്റവും കൂടുതൽ കൂട്ടിയുള്ള മേഘാലയ, അരുണാചൽ, ബീഹാർ. ഏറ്റവും കുറവ്, അതായത് ഇവിടെ നെഗറ്റീവ് ഗ്രോത്ത് ഉള്ള ഒരു സംസ്ഥാനമുണ്ട്, നാഗാലാൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
Nagaland is the only state that has a negative growth rate. Nagaland is the only state which has a negative population growth rate. ഏത് decadal growth rate ആണ്. Decadal growth rate നെഗറ്റീവ് ഒന്ന് നാഗാലാൻഡ് മാത്രമാണ്. പിന്നീട് കേരള, ഗോവ. ഓക്കെ, 2001-2011 is the first decade with actually added lesser population compared to previous decade. ഓക്കെ, അതിന് മുന്നത്തെ ഡിക്കേഡ് വെച്ച് നോക്കുമ്പോൾ എന്താണ് കുറവാണുള്ളത്. ഡിസ്ട്രിക്ട് വിത്ത് ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഡീക്കേഡൽ ഗ്രോത്ത് റേറ്റ് ആർ കുറും, കംലി ആൻഡ് ലോങ് ലേക്ക് റെസ്പെക്റ്റീവ്ലി. ഇത് ചോദിക്കാറില്ല, ഡിസ്ട്രിക്ട് നമുക്ക് ഇവിടെ പഠിച്ചു വെക്കേണ്ട. എന്നാൽ ഓർത്തു വെക്കുക, നാഗാലാൻഡിലെ നെഗറ്റീവ് ഗ്രോത്ത് ആണ്, ഏറ്റവും കൂടുതൽ മേഘാലയാണ്. സോ ഏറ്റവും കൂടുതൽ മേഘാലയ, ഏറ്റവും കുറവ് നാഗ. ഓക്കെ, അത്രയും ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തത് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത. പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത. സോ ഇന്ത്യയിൽ മൊത്തം ഒരു സ്ക്വയർ കിലോമീറ്റർ എടുക്കുവാണെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 ആൾക്കാരാണ് ആവറേജ് ഉള്ളത്. അതങ്ങ് എന്താ പറയാ, ബീഹാറിലെ ഏറ്റവും ജനസാന്ദ്രത ഉള്ള സ്ഥലവും അങ്ങ് അരുണാചൽ പ്രദേശിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലവും കൂടി ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു കിലോമീറ്ററിൽ 382 ആൾക്കാരാണ് ശരിക്കും ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏറ്റവും ജനസാന്ദ്രത ഉള്ളത് ബീഹാറിൽ, ഒരു കിലോമീറ്ററിൽ 1000 പേരുണ്ട്. ഏറ്റവും കുറവ് അരുണാചലില്. ബീഹാർ കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാള്, കേരളം. ഏറ്റവും കുറവുള്ള മൂന്ന് ഏതാ? അരുണാചലിൽ 17 പെർ സ്ക്വയർ കിലോമീറ്റർ, മിസോറാമിൽ 52 പെർ സ്ക്വയർ കിലോമീറ്റർ, JNKയിൽ 56 പെർ സ്ക്വയർ കിലോമീറ്റർ. ഇനി ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഡിസ്ട്രിക്ട് നോർത്ത് ഈസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് ഡൽഹി. ഡൽഹി എന്ന് പറയുന്ന UTയുടെ കേന്ദ്രഭരണ പ്രദേശത്തെ നോർത്ത് ഈസ്റ്റ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത്. രണ്ടാമത് ചെന്നൈ. അടുത്തത് ബോട്ടം 2 വരുന്ന ദിഹാങ് വാലി, അരുണാചൽ, അതുപോലെ സാംബ. ഓക്കെ, സോ അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പോപ്പുലേഷനിലേക്ക് പോയാലോ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം നമുക്കറിയാം. ടോട്ടൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്, രണ്ടാമത് മഹാരാഷ്ട്ര ആണ്, മൂന്നാമത് ബീഹാർ ആണ്. സോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാ? ഉത്തർപ്രദേശ്. ഏറ്റവും വലുതും ഉത്തർപ്രദേശ് ആണോ? അല്ല, ഏറ്റവും വലുത് രാജസ്ഥാനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? 121 കോടി ആൾക്കാരാണ്. മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? 10 ലക്ഷമാണ് ഒരു മില്യൺ. ഓക്കെ, അപ്പോ 1210 ലക്ഷം എന്ന് വെച്ചാൽ 121 കോടി ആൾക്കാരാണ് ഇന്ത്യയിൽ 2021 സെൻസസ് പ്രകാരം ഉള്ളത്. അതിൽ 623.7 മെയിൽസും 586.4 മില്യൺ ഫീമെയിൽസുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോ 62 കോടി ആണുങ്ങളും 58 കോടി പെണ്ണുങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇനി ഗ്രാമങ്ങളിൽ എത്ര താമസിക്കുന്നുണ്ട്? 83 കോടി ആൾക്കാർ ഗ്രാമങ്ങളിലും 37 കോടി ആൾക്കാർ അർബൻ പോപ്പുലേഷനുമാണ്. ഓക്കെ, 87 കോടി ആൾക്കാര് ഗ്രാമങ്ങൾ. സോ ഗ്രാമങ്ങളിലാണ് കൂടുതൽ. അർബൻ പോപ്പുലേഷൻ 37 കോടിയാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ആണുങ്ങളുള്ളത് UPയിലാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ളത് UPയിലാണ്. സോ അതെല്ലാം ഓക്കെയാണ്, കറക്റ്റ് ആണ്. ടോട്ടലും മെയിലും ഫീമെയിലും സെയിം തന്നെയാണ്. ടോട്ടൽ പോപ്പുലേഷന്റെ ഓർഡറും മെയിൽ ഫീമെയിലിന്റെ ഓർഡറും സെയിം തന്നെയാണ്. ഇനി അർബൻ പോപ്പുലേഷൻ, റൂറൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൂറൽ പോപ്പുലേഷൻ ഉള്ളത് UPയിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. കാര്യം എന്താ? മഹാരാഷ്ട്രയിൽ ഒരുപാട് സിറ്റീസ് ഉണ്ട്. പൂനെ, ഥാനെ, പിന്നെ നമ്മുടെ മുംബൈ, നാസിക്, അങ്ങനെ ഒരുപാട് ഒരുപാട് സിറ്റീസ് മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ളത്. UP, ബീഹാർ, വെസ്റ്റ് ബംഗാളാണ് റൂറൽ പോപ്പുലേഷന്റെ ഓർഡർ. ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് എഴുതിയെടുത്ത് പഠിക്കുക. ഏറ്റവും കുറച്ച് ആൾക്കാരുള്ളത് സിക്കിമില്. കാര്യം എന്താ? ചെറിയ സംസ്ഥാനമല്ലേ സിക്കിം. സോ ഏറ്റവും കുറവ് ആൾക്കാർ സിക്കിമില്. മിസോറാം രണ്ടാമത്, അരുണാചൽ മൂന്നാമത്. ഏറ്റവും കൂടുതൽ ആണുങ്ങളുള്ളത് എവിടെയാ? സിക്കിമിലായിരിക്കും. പെണ്ണുങ്ങളുള്ളത് എവിടെയാ? സിക്കിമിലായിരിക്കും. സെയിം ആണ്. സോ മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ല, സെയിം ആണ്. കണ്ടോ, ഇവിടെയും മെയിൽ ഫീമെയിൽ സെയിം ആണ്, ഇവിടെയും മെയിൽ ഫീമെയിൽ സെയിം ആണ്. ടോട്ടലിന്റെ സെയിം ആണ്. ഓക്കെ, ഇനി റൂറൽ പോപ്പുലേഷൻ ഏറ്റവും കുറവുള്ളത് എവിടെയാ? മിസോറാമിലാണ്. ഏറ്റവും കുറവ് അർബൻ പോപ്പുലേഷൻ ഉള്ളത് സിക്കിമിലാണ്. ആ മിസോറാം, സിക്കിം, ഗോവ റൂറൽ പോപ്പുലേഷൻ. അർബനില് സിക്കിം, അരുണാചൽ, നാഗാലാൻഡ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ഇനി ടോപ്പ് മെട്രോസ് ഏതാ? മുംബൈ മെട്രോയാണ് ഏറ്റവും വലിയ മെട്രോ, രണ്ടാമത് ചെന്നൈ മെട്രോ, രണ്ടാമത് ഡൽഹി മെട്രോ, മൂന്നാമത് ചെന്നൈ മെട്രോ.
അതുപോലെ ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള ഡിസ്ട്രിക്ട് താനെ ഡിസ്ട്രിക്ട് ആണ് മഹാരാഷ്ട്രയുടെ. അതുപോലെ നോർത്ത് 24 പരഗണയാണ് എവിടെ വെസ്റ്റ് ബംഗാളിലുള്ളത്. ഓക്കെ, നോർത്ത് 24 പരഗണ എന്ന് പറയുന്ന ഒരു പരഗണ ഉണ്ട്. അത് നമുക്ക് മിഡീവിലൊക്കെ പഠിക്കാനുണ്ട്, നിങ്ങൾ പഠിച്ചോന്ന് അറിയില്ല, മിഡീവിൽ പഠിക്കാനുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ളത്. ഇനി ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത് ദിഹാന്ത് വാലി അരുണാചൽ, അഞ്ജുവ അരുണാചൽ. സോ അരുണാചലിലുള്ള 2 ജില്ലയിലാണ് ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഉള്ളത്. ഓക്കെ അല്ലേ? ഓർത്തു വയ്ക്കുക, യു പിയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ബീഹാർ. രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ബീഹാർ. മെയിലും ഫീമെയിലും. അതുപോലെ ഏറ്റവും കുറവ് സിക്കിമില്, അതുപോലെ മിസോറാം, അരുണാചൽ. ഇനി ഏറ്റവും വലിയ മെട്രോ ഏതാ? മുംബൈ, ചെന്നൈ, ഡൽഹി, ചെന്നൈ. മുംബൈ, ഡൽഹി, ചെന്നൈ. ഡൽഹി അല്ലാട്ടോ ഏറ്റവും വലിയ മെട്രോ സിറ്റി ഏതാണ്? മുംബൈ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് പോപ്പുലേഷൻ ഇൻ ടേംസ് ഓഫ് നമ്പറിലുള്ള പോപ്പുലേഷൻ. 121 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതില് എത്ര? 62 കോടി മെയിൽസും 58 കോടി പേര് ഫീമെയിൽസുമാണ്. ഓക്കെ, ഒരു 4 കോടിയുടെ ഡിഫറൻസ് ഉണ്ട് മെയിലും ഫീമെയിലും തമ്മിൽ. ഓക്കെ, അടുത്തത് സെക്സ് റേഷ്യോ. 1000 ആണുങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ 940 പെണ്ണുങ്ങളെ ഉള്ളൂ. അതായത് 60 ആണുങ്ങൾക്ക് എന്തില്ല? പെൺപിള്ളേര് ഇപ്പൊ നിലവില് ഇല്ല. സോ സ്ത്രീകളുടെ എണ്ണം കുറവും പുരുഷന്മാരുടെ എണ്ണം കൂടുതലുമാണ്. പക്ഷേ കേരളത്തിൽ നോക്കിയാൽ, നമ്മുടെ സ്വന്തം കേരളത്തിൽ നോക്കിയാലോ, 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട്. കാര്യം എന്താ? ഇവിടെ ഭ്രൂണഹത്യകൾ കുറവാണ്. സ്ത്രീയാന്ന് പറഞ്ഞാൽ കൊന്നു കളയുന്ന പരിപാടിയൊന്നും പൊതുവേ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് വരുന്നത്? അതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. രണ്ടാമത് തമിഴ്നാടു. സോ 1000 മുകളിലേക്കുള്ള ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. 1000 മുകളിലേക്ക് എന്താണ് സെക്സ് റേഷ്യോ ഉള്ള ഒരേ ഒരു സംസ്ഥാനം ആരാ? കേരളമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. മനസ്സിലായില്ലേ? ഇനി തമിഴ്നാട്ടിൽ 996, ആന്ധ്രയിൽ 993. ഇനി ഹരിയാനയില് 879. ഏറ്റവും കുറവുള്ളത് ഹരിയാനയിലാണ്. അപ്പൊ ഹരിയാനയില് 1000 പുരുഷന്മാർക്ക് 879 സ്ത്രീകളെ ഉള്ളൂ. സോ പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് 879 സ്ത്രീകളെ ഹരിയാനയിലുള്ളൂ. സോ ഏറ്റവും കൂടുതൽ കേരളം, ഏറ്റവും കുറവ് ഹരിയാന. ഓർത്തു വയ്ക്കുക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഹരിയാന, ജമ്മു, സിക്കിം. ഓക്കെ, ഏറ്റവും കുറച്ച് ഹരിയാനയില്, തൊട്ട് മുകളിൽ ജമ്മു, അതിന്റെ മുകളിൽ സിക്കിം. ഓർത്തു വയ്ക്കുക. ഓക്കെ, സെക്സ് റേഷ്യോ. ഇനി ടോപ്പ് ഡിസ്ട്രിക്ട്സ് ഏതാ? മാഹി, അൽമോറ. ഇനി ബോട്ടം 2 ഡിസ്ട്രിക്ട്സ് ഏതാ? ദാമൻ ദിയു, അതുപോലെ ലേ. ഓക്കെ, ദാമൻ ദിയു ഒരു UT ആണ്. ലേ എവിടെയാണ്? ലേ ജമ്മു ആൻഡ് കാശ്മീരിലായിരുന്നു, ഇപ്പോൾ ലഡാക്കിലാണ്. ഓക്കെ, സോ സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, ഏറ്റവും കുറവ് ഹരിയാനയിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഫെർട്ടിലിറ്റി റേറ്റോ? ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് എത്ര? ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീക്ക് അവർക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്ന കാലത്ത് എത്ര കുട്ടികളെ വരെ ഉണ്ടാകും എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി റേറ്റ്. സോ മൊത്തത്തിൽ ആവറേജ് നോക്കുമ്പോൾ 2.2 ആണ് ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ്. ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിൽ 3.4, രണ്ടാമത് UP, മൂന്നാമത് മേഘാലയ. ഇനി താഴെ നോക്കുമ്പോൾ സിക്കിമിലാണ് ഏറ്റവും കുറവ്, അടുത്തത് വെസ്റ്റ് ബംഗാൾ, അടുത്തത് തമിഴ്നാടു. അത് കഴിഞ്ഞിട്ടാണ് കേരളം വരുന്നത്. 1.7 ഒക്കെ കേരളത്തിൽ വരുന്നത്. സോ ഏറ്റവും കുറവുള്ളത് സിക്കിമിലാണ്. ഓക്കെ, ഫെർട്ടിലിറ്റി റേറ്റ്. ബീഹാറില് ഒരു സ്ത്രീക്ക് ഏകദേശം 4 കുട്ടികൾ വരെ ഉണ്ടാവും. 3.4 കുട്ടികൾ വരെ ഉണ്ടാവാം. അതായത് ഏകദേശം 4 കുട്ടികൾ, ആവറേജ് എടുക്കുമ്പോൾ 0.4 വരുന്നതാണ്. ഓക്കെ, സോ ഏകദേശം 3ൽ കൂടുതൽ കുട്ടികൾ പൊതുവേ, അല്ലെങ്കിൽ 3ഓ 4ഓ കുട്ടികൾ പൊതുവേ എവിടെ ഉണ്ടാവും? ബീഹാറിലെ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. സിക്കിമിൽ 1ഓ 2ഓ കുട്ടികളാണ് അവർക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പൊതുവേ അവർ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അടുത്തത് ലിറ്ററസി റേറ്റ്, അല്ലെങ്കിൽ സാക്ഷരതാ നിരക്ക്. ഓവറോൾ ഇന്ത്യയുടെ സാക്ഷരത 74ആണ്. നേരത്തെ പറഞ്ഞത് 90 ഒന്നും ഇന്ത്യക്കില്ല. ഏകദേശം 75% ആൾക്കാർക്ക് എന്താ വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് ഓർത്തു വയ്ക്കുക. 74ആണ്. ഏകദേശം 3ൽ 4 ആൾക്കാർക്ക് എന്തുണ്ട്? വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുക. അതിൽ മെയിൽസിന് 82%, ഫീമെയിലിന് 65%. 20% ഡിഫറൻസ് ഉണ്ട്. മെയിൽ 81%, ഫീമെയില് 65%. പോയിന്റിൽ അത്ര വലിയ കാര്യമില്ല കേട്ടോ. പോയിന്റ് അങ്ങനെ ചോദിച്ച് തെറ്റിക്കാറില്ല പൊതുവെ. ഓക്കെ, സോ മെയിൽ 82%, ഫീമെയില് 65%. ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്, 92. ഇപ്പൊ ഏകദേശം 100% ആയി. രണ്ടാമത് മിസോറാം, മൂന്നാമത് ത്രിപുര. ഏറ്റവും കുറവുള്ളത് ബീഹാർ, രണ്ടാമത് അരുണാചൽ, മൂന്നാമത് രാജസ്ഥാൻ. സോ ഏറ്റവും കൂടുതൽ കേരള, ഏറ്റവും കുറവ് ബീഹാർ. ഏറ്റവും കൂടുതൽ കേരള, ഏറ്റവും കുറവ് ബീഹാർ. ബീഹാറിൽ വേറെ എന്തും കൂടി കുറവുണ്ട്. ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ ഉള്ളതും എവിടെയാണ്?
ഹരിയാനയിലാണ്. ബീഹാറിൽ ഏറ്റവും കൂടുതലുള്ളതാണ് എന്താണ്? ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് 3 to 4 കുട്ടികൾ ബീഹാറിൽ ഒരാൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റും ബീഹാറിലാണ്. അതിന് തൊട്ട് മുകളിൽ അരുണാചൽ, അടുത്ത രാജസ്ഥാനിൽ. ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇനി പുരുഷന്മാരെ നോക്കുകയാണെങ്കിലും സെയിം ആണ്. കേരളം, മിസോറാം ആണ് 1-2 സ്ഥാനങ്ങളിൽ. 3-ാം സ്ഥാനത്ത് ഗോവയാണ്. ആ സമയത്ത് ഫീമെയിലിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളം, 2-ാം സ്ഥാനം മിസോറാം, 3-ാം സ്ഥാനം ത്രിപുര. 1 or 2 ചോദിക്കുള്ളൂ, 3-ാമത്തെ സ്ഥാനം ചോദിക്കില്ല. നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ കൊടുത്തേ ഉള്ളൂ. ഇനി മെയിൽ ഏറ്റവും താഴെ, ആണുങ്ങളിൽ ഏറ്റവും താഴെ ലിറ്ററസി സാക്ഷരത ഉള്ളത് ബീഹാറിൽ, ഏറ്റവും താഴെ സ്ത്രീകളിലുള്ളത് രാജസ്ഥാനിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അരുണാചൽ പ്രദേശ്, ഇവിടെ ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ. ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കുക. ഇനി ഹയസ്റ്റ് ലിറ്ററസി അക്കോർഡിംഗ് ടു റിലീജിയൻ, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള റിലീജിയൻ ഏതാണ്? മതം ഏതാണ്? 1 ജൈനന്മാര്, 2ാമത് ക്രിസ്ത്യൻസ്, 3ാമത് ബുദ്ധിസ്റ്റ്. 1 ജൈൻ, 2ാമത് ക്രിസ്ത്യൻ, 3ാമത് ബുദ്ധിസ്റ്റ്. ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള റൂറലില് 68% ലിറ്ററസിയും അർബണില് 85% ലിറ്ററസിയാണുള്ളത്. ഏകദേശം മെയിൽ ഫീമെയിൽ പോലെ. മെയിലിന് 80-യും ഫീമെയിലിന് 60 അല്ലേ? അതുപോലെ അർബണ് 85-ഉം റൂറലിന് 68ആണുള്ളത്. ഇനി 10 സ്റ്റേറ്റ്സ് ആൻഡ് യൂട്ടീസ് ഏതൊക്കെയാണ്? കേരളം, കഴിഞ്ഞ ലക്ഷദ്വീപ്. 1-ാമത്തത് കേരളം, 2-ാമത്തെ ലക്ഷദ്വീപ്, 3-ാമത്തെ മിസോറാം, പിന്നെ ത്രിപുര, ഗോവ, ദാമൻ ദിയു, പുതുച്ചേരി, ചണ്ഡീഗഡ്, NCT, ഡൽഹി, ആൻഡമാൻ നിക്കോബാർ. ഇവർക്ക് 85-ന്റെ മുകളിലുണ്ട്. 85% മുകളിൽ ഇവർക്ക് എന്തുണ്ട്? 85% മുകളിൽ ഇവർക്ക് എന്തുണ്ട്? സാക്ഷരത ഉണ്ടെന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ. ഇനി സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിലോ, സെർച്ചീപ്പും ഐസ്വാളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവ് അൽജിറാപൂർ ആൻഡ് ബീജാപൂർ. ഇതിന്റെ സ്റ്റേറ്റ്സും കൂടെ നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങൾക്കുള്ള പണിയാണ്. സ്റ്റേറ്റ് എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ ഒരിക്കലും മറക്കൂല. നിങ്ങൾ നോട്ടില് സ്റ്റേറ്റും കൂടെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ. പോസ് ചെയ്തിട്ട് ഇതെല്ലാം എഴുതിയെടുക്കുക. എഴുതി പഠിച്ചാൽ ഒരിക്കലും മറക്കൂല. ഏത് പരീക്ഷയ്ക്ക് മുന്നേയും നിങ്ങളുടെ 2-3 പേജ് എന്തുണ്ടാവണം? സെൻസസ് ഉണ്ടാവണം. ഓടിച്ചു നോക്കുക. 1-ാം സ്ഥാനം ആർക്ക്? ലാസ്റ്റ് ആർക്ക്? ഓക്കെ. ശതമാനങ്ങള്, ഓവറോൾ ലിറ്ററസി എത്ര, മെയിൽ ലിറ്ററസി എത്ര, ഫീമെയിൽ ലിറ്ററസി എത്ര, ആ നോട്ടില് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ ആ ഒരു 2 പേജ് മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് മുന്നേ കയറുക. അത്രയും ക്രിസ്പ് ആയിരിക്കണം നിങ്ങളുടെ നോട്ട്. ഓക്കെ. മുന്നോട്ട് പോയാൽ അടുത്ത ട്രൈബൽ പോപ്പുലേഷൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത് മധ്യപ്രദേശിലാണ്. 2-ാമത് മഹാരാഷ്ട്ര, 3-ാമത് ഗുജറാത്ത്. സോ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാ? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ. ട്രൈബൽ പോപ്പുലേഷൻ ഇല്ലാത്തത് പഞ്ചാബിലും ഹരിയാനയിലുമാണ്. ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ ട്രൈബൽ പോപ്പുലേഷൻ ഇല്ല. ഓക്കെ. ഇനി ഏറ്റവും കുറവുള്ളത് എവിടെയാ? ഗോവയിലാണ് ഏറ്റവും കുറവ്. പഞ്ചാബ്, ഹരിയാനയിൽ ഇല്ല. ഏറ്റവും കുറവുള്ളത് ഗോവയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളതോ? ജനസാന്ദ്രത നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസിന്റെ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ളത് എവിടെയായിരിക്കും? അപ്പോ അത് മിസോറാമില്, 2-ാമത് നാഗാലാൻഡില്, 3-ാമത് മേഘാലയയില്. മിസോ ട്രൈബ്സ്, നാഗാ ട്രൈബ്സ്, ഗാരോ ട്രൈബ്സ്, അങ്ങനെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ. ഓക്കെ. സോ ഏറ്റവും കൂടുതലുള്ളത് മിസോറാം, 2-ാമത് നാഗ, 3-ാമത് മേഘാലയ. ഇനി ഓവറോൾ നോക്ക്. ഏകദേശം 2011 550 ട്രൈബുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഏകദേശം 730 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 550 ആണ് 2011 നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഓഫ് ട്രൈബ്സ്. 8.6 ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ, അതായത് 121 കോടി എടുക്കുകയാണെങ്കിൽ അതില് എത്ര? 121 കോടി എടുക്കുകയാണെങ്കിൽ അതിൽ 1 കോടി ജനങ്ങൾ ആരാണ്? ഏകദേശം 1 കോടി ആരാണ്? ട്രൈബ്സ് ആണ്. ഓക്കെ. 100 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടി. സോ 8.6%, 10% പോലും ഇല്ല. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 8.6% ആണ് എന്ത്? ട്രൈബൽ പോപ്പുലേഷൻ. എത്ര ട്രൈബ്സ് ഉണ്ട്? 550 ട്രൈബ്സ്. ഏകദേശം 1.1 crore ആണ് എന്തുള്ളത്? ട്രൈബ്സ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത, ട്രൈബൽ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? മിസോറാം. ഓർത്തു വയ്ക്കുക കേട്ടോ, ചോദ്യം ചോദിക്കാം. അടുത്തത് സ്റ്റേറ്റ്. ഏകദേശം ഇന്ത്യയുടെ മൊത്തം സ്റ്റേറ്റുകളുടെ സ്ഥലം എത്രയാ? 32 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം ഏരിയ വരുന്നത്. ഏറ്റവും വലിയ സ്റ്റേറ്റ് രാജസ്ഥാൻ, 2-ാമത് മധ്യപ്രദേശ്, 3-ാമത് മഹാരാഷ്ട്ര. ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ഗോവ, അടുത്ത സിക്കിം, അടുത്ത ത്രിപുര.
സോ ഏറ്റവും വലിയത് രാജസ്ഥാൻ, രണ്ടാമത്തത് മധ്യപ്രദേശ്, ഏറ്റവും ചെറുത് ഗോവ, തൊട്ടു മുന്നേ സിക്കിം. ഈ 4 ഓർത്തു വെക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാ? UP-യിൽ. ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഉള്ളത് എവിടെയാ? സിക്കിമിൽ. ഓക്കെ, ഇനി അർബണൈസേഷൻ, ഏറ്റവും കൂടുതൽ അർബൺ ഏരിയ ഉള്ളത് ഗോവയില്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അർബൺ പോപ്പുലേഷൻ ഉള്ളത് ഗോവയില്, രണ്ടാമത് മിസോറാമില്, ഏറ്റവും കുറവുള്ളത് ഹിമാചലില്. ഇനി മഹാരാഷ്ട്ര ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് മില്യൺ സിറ്റീസ്. 1 മില്യൺ ആൾക്കാർ, അതിൽ 10 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന സിറ്റികൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. നാസിക് ഉണ്ട്, ഥാനെ ഉണ്ട്, മുംബൈ ഉണ്ട്, ഓക്കെ, പൂനെ ഉണ്ട്, അങ്ങനെ ഒരുപാട് സിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. സോ മഹാരാഷ്ട്രയിലാണ് എന്തുള്ളത്? 1 മില്യൺ സിറ്റീസ് എന്ന് വിളിക്കും. മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മില്യൺ സിറ്റീസ് ഉള്ള, ഒരുപാട് മില്യൺ സിറ്റീസ് ഉള്ള സ്റ്റേറ്റ് ആണ് ഇത് മഹാരാഷ്ട്ര. സോ ഗോവയാണ് ഏറ്റവും കൂടുതൽ അർബൻ പോപ്പുലേഷൻ ഉള്ളത്, ഏറ്റവും കുറവുള്ളത് ഹിമാചലിലാണ്, പിന്നെ ബീഹാർ, ആസാം, ഇവിടെയാണെങ്കിൽ മിസോറാം, തമിഴ്നാട്. ഓക്കെ, ഇനി ചേരികള്, ഏറ്റവും കൂടുതൽ ചേരി ഉള്ളത് എവിടെയാ? ധാരാവി നട്ടിട്ടുള്ളേ, ധാരാവി ഉള്ളത് എവിടെയാ? മഹാരാഷ്ട്രയില്. സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിലെ ഏറ്റവും കൂടുതൽ ചേരികളുള്ളത് മഹാരാഷ്ട്ര, രണ്ടാമത് ആന്ധ്ര, മൂന്നാമത് തമിഴ്നാട്. ഏറ്റവും കുറവുള്ളത് അരുണാചല്, ഗോവ, സിക്കിം. സോ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര, ഒന്നാമത്തെ ആളെ പഠിക്കുക. രണ്ടാമത്തെ ആളാരാ? ആന്ധ്ര. ഓക്കെ അല്ലേ? സെറ്റ് ആണ്. ഇനി ഏറ്റവും കുറവുള്ളത് എവിടെയായിരിക്കും? അരുണാചൽ പ്രദേശിലായിരിക്കും. മൊത്തത്തിലെ പോപ്പുലേഷനെ കുറവല്ലേ, അപ്പൊ അതുകൊണ്ട് കുറവായിരിക്കും. തൊട്ട് താഴെ ഗോവ. ഓക്കെ, ഇത് ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെ, രണ്ടാമത്തെ, നാലാമത്തെ, അവസാനത്തെ 2 പേര്, ആദ്യത്തെ 2 പേര്, അവസാനത്തെ 2 പേര് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ, അതായത് ഫീമെയിൽ പെർ 1000 മെയിൽസ് ഓഫ് ഏജ് ഗ്രൂപ്പ് 0 to 6. ഓക്കെ, 0 to 6 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പില് 1000 കുഞ്ഞുങ്ങൾക്ക്, 1000 ഫീമെയിൽ കുഞ്ഞുങ്ങൾക്ക് എത്ര ആൺകുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതിന്റെ കണക്കാണ്. ഓവറോൾ ഇന്ത്യയിൽ 914 ആണ്. 916 എന്ന് പറയുന്ന പോലെ 914 ആണ്. ഓക്കെ, അപ്പോ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികളുടെ, ഏത് ചെറിയ കുട്ടികളാട്ടോ, 0 to 6 ഏജ് ഉള്ളൂ, ചെറിയ കുട്ടികൾക്ക് ഈ റേഷ്യോ ആണുള്ളത്. ഓർത്തു വയ്ക്കുക. ഏറ്റവും നല്ല റേഷ്യോ ഉള്ളത്, ഏറ്റവും നല്ല റേഷ്യോ ഉള്ളത് 971-ലാണ്. 971 മിസോറാമിൽ, പിന്നെ മേഘാലയ. ഏറ്റവും കുറവുള്ളത് ഹരിയാന. ഓക്കെ, സാധാ സെക്സ് റേഷ്യോ ഏറ്റവും കുറവുള്ളത് എവിടെയാ? ഹരിയാനയിൽ. കാര്യം എന്താ? ഭ്രൂണഹത്യകൾ ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പഞ്ചാബ്, പിന്നെ JNK. ഓക്കെ, അതും കൂടെ ഓർത്തു വയ്ക്കുക. നോ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ക്രോസ്ഡ് 1000 ഫീമെയിൽ പെർ 1000 മെയിൽ ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 5. മറ്റത് കേരളത്തിൽ 1000-ന് മുകളിൽ പോയായിരുന്നു, 1084 വന്നായിരുന്നു സെക്സ് റേഷ്യോയില്. പക്ഷെ ഈ പറയുന്ന പോലെ ചൈൽഡ് സെക്സ് റേഷ്യോയില് ഒരു സ്ഥലത്തും 1000-ന് മുകളിൽ ഇല്ല. അതായത് 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 1000 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു സ്ഥലം പോലും ഇന്ത്യയിൽ ഇല്ല. ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ഏജ് ഗ്രൂപ്പ് 0 to 6 ഈസ് 1583 മില്യൺ. 15 കോടിയോളം ഉണ്ട്. The child sex ratio of India is 914, the lowest since independence. ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും കുറവ് നിരക്കുള്ളത് 2011-ലാണ്. 2011-ലാണ് ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും കുറവുള്ളത്. ഇവിടെ ഓർത്തു വയ്ക്കുക 914 ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ മിസോറാം, ഏറ്റവും കുറച്ച് ഹരിയാന. അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ ചൈൽഡ് സെക്സ് റേഷ്യോയില് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 914 എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ നമ്മൾ 919 എന്ന് പറയുന്ന ഒരു വാല്യൂവും കാണുന്നുണ്ട്. സോ 914 SSC പല കീയിലും ആൻസർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. സോ 914 വന്നാലും 19 രണ്ടും ഒരു ഓപ്ഷനിൽ വല്ലാന്ന് വിചാരിക്കാം. 19 ഉണ്ടെങ്കിൽ 19 തന്നെ കുത്തുക. അതാ 19 ഇല്ല എന്നുണ്ടെങ്കിൽ 914 എങ്കിലും കുത്താൻ ശ്രമിക്കുക. ചൈൽഡ് സെക്സ് റേഷ്യോ അടുത്തത് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വളരെ കുറച്ചും കൂടി ഉള്ളൂ. ചൈൽഡ് പോപ്പുലേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഓർത്തു വയ്ക്കുക. 13% കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് മേഘാലയയില്, ഏറ്റവും കുറച്ച് തമിഴ്നാട്ടില്. അത്രേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് പഠിച്ചു വെക്കാം. ഇതും അത്ര ഇമ്പോർട്ടന്റ് അല്ല. സ്റ്റേറ്റ് വെച്ച് പെർ ക്യാപിറ്റ ഒരാളുടെ ശമ്പളം അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്രയുണ്ട് പെർ ക്യാപിറ്റ. ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഉള്ളത് ഗോവക്കാർക്കാണ്, ഏറ്റവും കുറച്ച് പെർ ക്യാപിറ്റ ഉള്ളത് ബീഹാറിനാണ്. അതും അത്ര കണ്ട് ഇമ്പോർട്ടന്റ് അല്ല ഇത് രണ്ടും. എന്നാലും ഓർത്തു വയ്ക്കുക, ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഉള്ളത് ഒരാളുടെ കയ്യിൽ, ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു കൊല്ലം ആവറേജ് 60,000 രൂപ ഒരാളുടെ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. കാര്യം എന്താ? അംബാനികളുടെ കോടികളുണ്ട്, പാവപ്പെട്ടവന്റെ 100 ഉണ്ട്. അതിന് ആവറേജ് എടുക്കുമ്പോൾ 60,000 വരും. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും കൂടുതൽ ഗോവയില്, ഏറ്റവും കുറവ് ബീഹാറിൽ.
ഓക്കെ, അടുത്തത് പെർസെന്റേജ് ഓഫ് BPL ആൾക്കാർ. BPL ആൾക്കാർ, നമ്മുടെ BPL ആൾക്കാർ ഇന്ത്യയിൽ BPL ബിയോ പോവർട്ടി ലൈനിൽ 21.9% ആൾക്കാർ ഇന്ത്യയിൽ BPL കാറ്റഗറിയിൽ പെടുന്നു. 21.9%. ഏറ്റവും കൂടുതൽ BPL ആരുള്ളത് ബീഹാറിലാണ്, ഏറ്റവും കുറവുള്ളത് ഗോവയിലാണ്. രണ്ടാമത് ഛത്തീസ്ഗഡ്, താഴേന്ന് രണ്ടാമത് ആരാണ്? JNK ആണ്. ഇന്ത്യയുടെ റൂറൽ ഏരിയയിൽ 25%, അർബൻ ഏരിയയിൽ 13%. ആര്? BPL റൂറൽ ഏരിയയിൽ 25%, അർബൻ ഏരിയയിൽ 13%. ഇപ്പൊ നമ്മുടെ ടെണ്ടുൽക്കർ മെത്തഡോളജി വെച്ചിട്ട് ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്തിട്ട് ടെണ്ടുൽക്കർ കമ്മിറ്റി കൂടിയിട്ട് പോവർട്ടി ലൈൻ തീരുമാനിക്കാൻ വേണ്ടി ഒരാൾക്ക് എത്ര രൂപ വേണം, ഒരു മാസം എത്ര രൂപ വേണമെന്ന് കണക്കുകൂട്ടി. അപ്പോ ഗ്രാമത്തിൽ താമസിക്കുന്ന റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു മാസം 816 രൂപയെങ്കിലും വേണമെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം 1000 അല്ല ഒരു മാസം 1000 രൂപ വേണമെങ്കിലും തീരുമാനിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട കേട്ടോ, ഇപ്പൊ ഒരു ദിവസം 1000 ഉണ്ടെങ്കിൽ തികയില്ല, ശരിയാണ്. പക്ഷെ അന്ന് അവർ തീരുമാനിച്ചത് 1000 രൂപ പോലും ഇല്ലെങ്കിൽ അവൻ ബിലോ പോവർട്ടി ലൈൻ ആണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, 1000 രൂപയിൽ മുകളിലുണ്ടെങ്കിൽ അവൻ അബോ പോവർട്ടി ലൈൻ ആണ്. ഓക്കെ അല്ലേ? സോ ഓർത്ത് വയ്ക്കുക, പെർസെന്റേജ് ഓഫ് ബിലോ പോവർട്ടി ലൈൻ എത്രയാ? 22% ആൾക്കാർ ഇന്ത്യയിൽ BPL കാറ്റഗറി പെടുന്നതാണ്. ഏറ്റവും കൂടുതലുള്ള ബീഹാർ, രണ്ടാമത് ഛത്തീസ്ഗഡ്, ഏറ്റവും കുറവുള്ളത് ഗോവ ആൻഡ് JNK. പിന്നെ റൂറൽ ഏരിയയിൽ 25% ആൾക്കാരാണ് BPL, അർബൻ ഏരിയയിൽ 13% ആൾക്കാരാണ് BPL. ഇനി 816 രൂപ ഉണ്ടെങ്കിൽ ഒരു റൂറൽ പോപ്പുലേഷന്റെ ആൾ എന്തല്ല? BPL അല്ല. 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു അർബൻ പോപ്പുലേഷനിൽ പെട്ട ആളാണെങ്കിൽ അയാൾക്ക് എന്തില്ല? BPL അല്ല. ഇനി ഏജ് സ്ട്രക്ചർ, ഇന്ത്യയില് അഡോളസെൻസിലുള്ള 36%, അഡൽട്ട് 56%, ഓൾഡ് 6% ഉള്ളത്. ഇതിൽ ഓർത്ത് വയ്ക്കേണ്ടത് ഇന്ത്യയുടെ ആവറേജ് പോപ്പുലേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ ആവറേജ് പോപ്പുലേഷൻ 29 വയസ്സാണ്. 2011 സെൻസസ് വെച്ചിട്ട് ഇന്ത്യയുടെ ആവറേജ് പോപ്പുലേഷൻ എത്രയാണ്? 29 ഇയർ ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ഹിന്ദി, അടുത്തത് ബംഗാളി, അടുത്തത് തെലുങ്കു, അടുത്തത് തമിഴ്. ഏറ്റവും കൂടുതൽ ഹിന്ദി, രണ്ടാമത് ബംഗാളി, മൂന്നാമത് തെലുങ്കു, നാലാമത് തമിഴ്. കാര്യം ആന്ധ്രയിലും തെലുങ്കാനയിലും തെലുങ്ക് സംസാരിക്കുന്നുണ്ട്. 2 സംസ്ഥാനത്തോളമാണ് തെലുങ്കു തമിഴിനേക്കാളും വലുതായത്. ഓക്കെ, മേജർ ലാംഗ്വേജ് ഗ്രൂപ്പ് ഏതാ? ഇൻഡോ യൂറോപ്യൻ ആണ് മേജർ ഗ്രൂപ്പ്. അതായത് ഹിന്ദി ഉൾപ്പെടുന്ന ഇൻഡോ യൂറോപ്യനിൽ ഹിന്ദി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, മറാഠി ഉണ്ട്, അതെല്ലാം ഹിന്ദി പെടും. സോ ഏറ്റവും കൂടുതൽ ഇൻഡോ യൂറോപ്യൻ ആണ്. പിന്നെ ദ്രവീഡിയൻ. ഏതൊക്കെ ദ്രവീഡിയൻ ലാംഗ്വേജ്? തമിഴ്, മലയാളം, തെലുങ്കു, കന്നഡ, ഇതൊക്കെയാണ് ദ്രവീഡിയൻ ലാംഗ്വേജ്. പിന്നെ ഓസ്ട്രിക് ലാംഗ്വേജ്, അതായത് നമ്മുടെ ട്രൈബൽസിന്റെ കുറച്ച് ലാംഗ്വേജ് ആണ്, നോർത്ത് ഈസ്റ്റിലെ കുറച്ച് ലാംഗ്വേജസ് ആണ്. അത് ഒഴിവാക്കിയാൽ ഈ ഇൻഡോ യൂറോപ്യൻ ആണ് ഏറ്റവും കൂടുതൽ. അതായത് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ദേവനാഗിരി സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതുന്ന മറാഠി, ഹിന്ദി, ഗുജറാത്തി, കൊങ്കണി, ഇതെല്ലാം എന്തിൽ പെടും? ഇൻഡോ യൂറോപ്യനിൽ പെടും. സോ ഓർത്ത് വയ്ക്കുക, ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ, രണ്ടാമത് ബംഗാളി, മൂന്നാമത് തെലുങ്കു. ഓക്കെ, ഇനി റിലീജിയൻ വൈസ് ഏറ്റവും വലിയ ഇന്ത്യയിലെ റിലീജിയൻ ഏതാണ്? ഹിന്ദു റിലീജിയൻ ആണ്. രണ്ടാമത് മുസ്ലിം, മൂന്നാമത് ക്രിസ്ത്യൻ, നാലാമത് സിഖ്, പിന്നെ ബുദ്ധിസ്റ്റ്, ജൈൻ. അപ്പോ 78% ഹിന്ദു പോപ്പുലേഷൻ ആണ്. 14% മുസ്ലിം പോപ്പുലേഷനും ഏകദേശം 2.3% ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് ഇന്ത്യയിലുള്ളത്. അത് 3 ചോദിക്കുള്ളൂ. ഓക്കെ, പിന്നെ സിഖ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ റിലീജിയസ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു ആണ് 78%. അടുത്തത് 14% ഉള്ള മുസ്ലിംസ്, 2.3% ഉള്ള ക്രിസ്ത്യൻസ്, പിന്നെ 0.7% ബുദ്ധിസ്റ്റ്, ജൈനന്മാരും ബുദ്ധന്മാരും കൂടി 1% പോലും ഇല്ല. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇതിന്റെ നോട്ട് ഉണ്ടാക്കി വെക്കുക, വ്യക്തമായിട്ട് പഠിക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ നോട്ട് സ്റ്റാറ്റിക് GKയിൽ പെട്ട ഈ നോട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഞങ്ങൾ ടെലിഗ്രാം ചാനലിലും അതുപോലെ ഈ വീഡിയോന്റെ താഴെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് സെൻസസിന്റെ ഈ നോട്ട്, സ്റ്റാറ്റിക് GKയിൽ പെട്ട സെൻസസിന്റെ ഈ നോട്ട്, ഇത് എക്കണോമിയിലും പെടുന്നതാണ്, സ്റ്റാറ്റിക് GKയിലും പെടുന്നതാണ്, ജോഗ്രഫിയിലും പെടുന്നതാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ ഈ നോട്ട് നമുക്ക് താഴെ കൊടുക്കാം. സോ ഇതുപോലെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യൂ, നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുക, നല്ലതാണെങ്കിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലും കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. അതായത് നമ്മൾ ഇത് ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യണം. അതിൽ ഹിസ്റ്ററി ഉണ്ടാവും,
മിക്കവാറും എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഡാറ്റ മാത്രം പഠിച്ചാൽ മതിയാവും. ഈ 2-3 പുറം, ഒരു പുറം 2 പുറം 3 പുറം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യത്തിന് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം, അത് SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, സെൻസസ് ഫുള്ള് കവർ ആവും. അടുത്ത സെൻസസ് വരെ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം, നമ്മുടെ 10 ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു സെൻസസ് 2011 ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യൻ ലിറ്ററസി റേറ്റ് എത്രയാ? 74% ആണ്. കണ്ടോ, പഠിച്ചാൽ എഴുതാമായിരുന്നു. ഗസ് ചെയ്തപ്പോൾ നമ്മൾ ഉടൻ വരെ എത്തി 74ലേക്കും 65ലേക്കും എത്തി. പക്ഷെ അത് പോരാ, നമുക്ക് 74 കറക്റ്റ് പറയാൻ പറ്റണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പഠിച്ചില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് നടന്ന എവിടെയാ? 1972 ലോർഡ് മയോ ആണ് ആദ്യത്തെ നോൺ സിങ്ക്രണസ് സെൻസസ് നടത്തിയത്. പിന്നെ 1881 ലോർഡ് റിപ്പണും പ്ലോഡനും കൂടെ 1881 സെൻസസ് നടത്തി. ഓക്കെ, സോ 72ലാണ് ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. നോൺ സിങ്ക്രണസ് ആണെന്നുള്ളൂ, 72ലാണ്. സോ ഇതിന്റെ ആൻസർ 72 ആണ്. അത് നമ്മൾ വിട്ട ക്വസ്റ്റ്യൻ, നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ഇത് അറിയാമായിരുന്നെങ്കിൽ വളരെ എളുപ്പമുള്ള ഡാറ്റയല്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നല്ലോ, ആൻസർ ചെയ്താമായിരുന്നു. അടുത്തത്, ആസ് പെർ സെൻസസ് 2011 വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി? എത്രയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി? നമുക്കറിയാം 1000, എന്തായാലും 11,000 അല്ല. അവിടെ നമ്മുടെ തോട്ട് പ്രോസസ് കറക്റ്റ് ആണ്, ആ എലിമിനേഷൻ കറക്റ്റ് ആണ്. പിന്നെ 400 ആണോ 800 ആണോ 300 ആണോ? ഓർക്കുക, ഇന്ത്യയില് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 ആൾക്കാരാണുള്ളത്. 382 ആൾക്കാരാണുള്ളത്. സോ അതിന്റെ ആൻസർ ഏതാണ്? ഡി ആണ്, 382 ആണ്. ഓക്കെ, മുന്നോട്ട് പോയാൽ, ദ അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഓഫ് ഫീമെയിൽ ലിറ്ററസി. ഇന്ത്യയുടെ മൊത്തം ലിറ്ററസി എത്രയാ? ഇന്ത്യയുടെ മൊത്തം ലിറ്ററസി 74 ആണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇന്ത്യയുടെ മൊത്തം ലിറ്ററസി 74 ആണെങ്കിൽ 65 ആണ് ആരുടെ? സ്ത്രീകളുടെ. പുരുഷന്മാരുടെയോ 80-ന് മുകളിലാണ്. ഓക്കെ, സോ 65 ആണ് സ്ത്രീകളുടെ വരുന്നത്. സോ അതും നമ്മൾ ആൻസർ ചെയ്തില്ല, നമ്മൾ വിട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൈൽഡ് സെക്സ് റേഷ്യോ ഇന്ത്യയിൽ എത്ര? ഇന്ത്യയില് ചൈൽഡ് സെക്സ് റേഷ്യോ എത്ര? കണ്ടോ, എല്ലാം 900-ന് അടുത്താണ്. സോ ഇന്ത്യയിൽ ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണ്? ചൈൽഡ് സെക്സ് റേഷ്യോ നമ്മൾ പറഞ്ഞതാണ് 914 ആണ് ചൈൽഡ് സെക്സ് റേഷ്യോ. പക്ഷെ ഇവിടെ കിടക്കുന്ന വാല്യൂ 914 ഇല്ല. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 914 അല്ലെങ്കിൽ 919, ഇത് രണ്ടിൽ ഏത് വന്നാലും ആൻസർ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. സോ ഇവിടെ 914 ആണുള്ളത്, നമുക്ക് അത് വെച്ച് ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? സോ 914 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പ്രസന്റ് സെൻസസ് വിച്ച് സ്റ്റേറ്റ് ഹാസ് മാക്സിമം സെക്സ് റേഷ്യോ? ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളതിനാ? കേരളത്തിലാണ്. നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റാ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ 1084. എത്ര? 1000-ല്. ഏറ്റവും കുറവുള്ളത് എവിടെയാ? 800 ഉള്ളത് എവിടെയാ? ഹരിയാനയിൽ. ഓക്കെ, നിങ്ങൾ നോട്ടിൽ പോയി നോക്കുക, ഹരിയാനയിലാണ് ഏറ്റവും കുറവുള്ളത്. സോ ഏറ്റവും കുറവുള്ള ഹരിയാന ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോയാൽ, ലിറ്ററസി റേറ്റ്, ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാ? അതും കേരളമാണ്. ഏകദേശം 93% നമ്മൾ പഠിച്ചതാണ് കേരളമാണ്, അതും നമ്മുടെ ശരിയാണ്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോയാൽ അടുത്തത്, സെക്സ് റേഷ്യോ, നമ്പർ ഓഫ് മെയിൽസ് ഫോർ ഫീമെയിൽസ് ഫോർ കേരള. കേരളത്തിൽ സെക്സ് റേഷ്യോ എത്രയാ? 1000-ന് മുകളിൽ ആയതുകൊണ്ട് അത് ചോദിച്ചത്. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തിലെ 1000-ന് മുകളിലുള്ളൂ, അത് കേരളത്തിലാണ് 1000. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ഹൈയസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ആസ് പെർ സെൻസസ് 2021? ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാ? മധ്യപ്രദേശിലാണ്. അത് കഴിഞ്ഞാലാണ് മഹാരാഷ്ട്രയും രാജസ്ഥാനും വരുന്നത്. സോ ഇതിന്റെ ആൻസർ മധ്യപ്രദേശ് ആണ്. നമ്മൾ ആൻസർ ചെയ്തില്ല. കണ്ടോ, ഇത് അറിയാമെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല. അതാണ് സെൻസസിന്റെ അവസ്ഥ. മുന്നോട്ട് പോകുമ്പോൾ, ലേറ്റസ്റ്റ് സെൻസസ് വിച്ച് ഇന്ത്യ സ്റ്റേറ്റ്സ് ഹാസ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ളിടത്തും, പക്ഷെ ആ സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള മലനിരകൾ ഉള്ളിടത്തും ആയിരിക്കും. സോ അത് അരുണാചൽ തന്നെയാണ്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ള നമ്മൾ പറഞ്ഞു ബീഹാർ, വെസ്റ്റ് ബംഗാൾ, കേരളത്തിലാണ്. ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? അരുണാചലിലാണ്. സോ നമുക്ക് ഏകദേശം 3 കുത്തി, 3 ശരിയായി. സോ നമുക്ക് എത്ര കിട്ടുള്ളൂ? 3/10 കിട്ടുള്ളൂ. 10-ല് 3 മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇതിൽ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ലേ? എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം?
ഓക്കെ, സോ ഓർക്കുക, നിങ്ങളിവിടെ ഈസി ഏതെല്ലാം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതെല്ലാമായിരുന്നു ഈസി എല്ലാം അടയാളപ്പെടുത്തുക. ഈസിയിൽ എത്രണ്ണം തെറ്റി, മോഡറേറ്റിൽ എത്രണ്ണം തെറ്റി, അതുപോലെ ഡിഫിക്കൽട്ടിൽ എത്രണ്ണം തെറ്റി, അത് മനസ്സിലാക്കുക. മനസ്സിലാക്കി ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ക്വിസിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ ഇതുപോലെയുള്ള റിവിഷൻ സെഷൻസിന് വേണ്ടിയിട്ട് മാരത്തോൺസും റിവിഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യക്തമായ ടെസ്റ്റ് സീരീസും റിവിഷനും ഉൾപ്പെടുത്തിയുള്ള ഒരു ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വിളിക്കുക, ആ ബാച്ചിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. അതല്ല, ടെസ്റ്റ് സീരീസ് മാത്രം വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടെസ്റ്റ് സീരീസ് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ NTPC പഠനത്തിന്റെ റിവിഷൻ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാം. അതില് 100+ പ്രാക്ടീസ് ടെസ്റ്റുകളും അതല്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു 50 ടെസ്റ്റ് സീരീസിന്റെ 10 മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റ് സീരീസിന്റെ പ്ലാനും അതിനകത്തുണ്ട്. സോ ടെസ്റ്റ് സീരീസ് മാത്രം വേണ്ടവർക്ക് അതിന്റെ ഒരു ബാച്ചും, അതല്ല ടെസ്റ്റ് സീരീസ് പ്ലസ് റിവിഷൻ ബാച്ച്, അതിൽ മാരത്തോൺസും PYQസും അതുപോലെ RWF എല്ലാം ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ്. നമ്മുടെ ക്ലാസ്സുകളും എല്ലാം ഉള്ള ഒരു ബാച്ചാണ്. സോ ആ ബാച്ച് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുക. ഈ 2 ബാച്ചാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. NTPC പരീക്ഷയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള 2 ബാച്ചുകളാണ്. ഓക്കെ, അതല്ലാതെ RWFന്റെ ഇനിയും വീഡിയോസ് വരാനുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.